പി കെ ഫിറോസ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നിലവിൽ ലീഗിലും മലബാർ രാഷ്ട്രീയത്തിലും സജീവമായിരിക്കുന്നത്. കെ ടി ജലീൽ തൊടുത്തുവിട്ട ഹവാല പണമിടപാട്, റിവേഴ്സ് ഹവാല പണമിടപാട് ആരോപണം കൊള്ളേണ്ടടുത്ത് കൊണ്ടോ എന്നാണ് ചർച്ച. ജലീലിന് മറുപടിയുമായി പി കെ ഫിറോസ് രംഗത്തെത്തിയതോടെ വിവാദം കൊഴുക്കുകയാണ്. ചോദ്യവും മറുപടിയുമായി ഇരു നേതാക്കളും സമൂഹ മാധ്യമങ്ങളിൽ കത്തിക്കയറുന്നു. ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തുന്നത് മുൻമന്ത്രിയും തവനൂർ MLA കെ ടി ജലീൽ ആണ്. ശ്രീ കെ ടി ജലീൽ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഈ റിവേഴ്സ് ഹവാല എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അത്ര പരിചിതമായ വാക്കല്ല ഇത്. അപ്പോൾ റിവേഴ്സ് ഹവാല സത്യത്തിൽ എന്താണ്? അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ നിന്ന് പണം ഗൾഫ് നാടുകളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുക, എന്നിട്ട് അവിടെ ബിസിനസ് ആരംഭിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ പലരുടെയും അക്കൗണ്ടുകളിലൂടെ ഇങ്ങോട്ട് തന്നെ അയക്കുക, NRI അക്കൗണ്ടിലൂടെ. ഇതാണ് ഇതാണ് റിവേഴ്സ് ഹവാല എന്ന് പറയുന്നത്. നമ്മളുടെ നാട്ടിലിപ്പോൾ ഒരുപാട് കള്ളപ്പണമുണ്ട്. ആ കള്ളപ്പണം വെളുപ്പിക്കാൻ ഇതാണ് വഴി എന്ന് ചിലർ കണ്ടെത്തിയിരിക്കുകയാണ്. അതിന് ചില പേപ്പർ കമ്പനികളെ, കടലാസ് കമ്പനികളെ അവർ ഉപയോഗിക്കുകയാണ്. അത്തരം ഒരു കടലാസ് കമ്പനിയാണ് ഫിറോസിന്റെ സെയിൽസ് മാനേജർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനി എന്ന ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് വ്യക്തമായ മറുപടി ഫിറോസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ കമ്പനിയുടെ ദുബായിലെ ഓഫീസ് എവിടെയാണ്? ആ കമ്പനി ഫുഡ് പ്രോഡക്ട്സിന്റെ സെയിൽസാണ് നടത്തുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. എങ്കിൽ അതിൻ്റെ ഗോഡൌൺ ദുബായിലെ ഏത് പ്രദേശത്താണ് നിലകൊള്ളുന്നത്? അതിൻ്റെ ലൊക്കേഷൻ മാപ്പ് അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ സമർപ്പിക്കാൻ വേണ്ടി കഴിയുമോ? കേരളത്തിൽ ഈ ഓഫീസ് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വീട്ടിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ അതിൻ്റെ വിശദീകരണങ്ങൾ ഉണ്ടാകും. യൂത്ത് ലീഗിന്റെ മുഴുസമയ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഏത് സമയത്താണ് അദ്ദേഹം ഈ കമ്പനിക്ക് വേണ്ടി സെയിൽസ് മാനേജർ എന്നുള്ള നിലയിൽ പണിയെടുക്കുന്നത്? പാർട്ട് ടൈമായിട്ടാണ് താൻ ജോലിയെടുക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജോബ് കോൺട്രാക്റ്റിൽ പറയുന്നത് ഫുൾ ടൈമർ എന്നാണ്. അപ്പോൾ മുഴുസമയ പ്രവൃത്തി എടുക്കേണ്ട ഒരാൾ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്ത് ഇത്രയധികം രൂപ, 5.25 ലക്ഷം ഇന്ത്യൻ രൂപ മാസ ശമ്പളം പറ്റുന്നു എന്നുള്ളത് അവിശ്വസനീയമാണ്. ഇത്രയും കൂടുതൽ ശമ്പളം അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം. നമ്മളുടെ നാട്ടിൽ ഏറ്റവും അധികം ലാഭം കിട്ടുന്ന ബിസിനസ് എന്ന് പറയുന്നത് മയക്കുമരുന്നിൻ്റെ ബിസിനസ്സാണ്. രണ്ടാമതായി വട്ടിപ്പലിശക്ക് കൊടുത്താൽ കിട്ടുന്ന ലാഭവിഹിതമാണ്. പിന്നെ അടുത്ത ഒരു ഗണത്തിൽ വരുന്നതാണ് ഹവാലയും റിവേഴ്സ് ഹവാലയും ഒക്കെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ കമ്പനി പണമുണ്ടാക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ ഫിറോസിന് എങ്ങനെയാണ് സാധിക്കുന്നത്? പക്ഷേ ശ്രീ കെ ടി ജലീൽ, അങ്ങനെ ഈ ആരോപണങ്ങൾ ചെന്ന് നിൽക്കുന്നത് മയക്കുമരുന്ന് വ്യാപാരമോ വട്ടിപ്പലിശയോ അടക്കമുള്ള ഇടപാടുകളിലേക്ക് കൂടിയാണ് എന്നങ്ങനെ കരുതാൻ കഴിയുമോ? ഇപ്പോൾ പി കെ ഫിറോസിന്റെ അനുജൻ അങ്ങനെ ഒരു മയക്കുമരുന്ന് കേസിൽ ആരോപണം നേരിടുന്ന ആളാണ്. പക്ഷേ അവർ തമ്മിൽ എത്ര സുഖത്തിലല്ല പിണക്കത്തിലാണ് എന്നാണ് ഫിറോസ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. പക്ഷേ അദ്ദേഹം തൻ്റെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, താൻ ആ കമ്പനിക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യം വെളിപ്പെടുത്താത്തിടത്തോളം കാലം ഇങ്ങനെയൊക്കെ ആരെങ്കിലും സംശയിച്ചാൽ അവരെങ്ങനെയാണ് നമ്മൾ കുറ്റം പറയുക? അദ്ദേഹം വെളിപ്പെടുത്തട്ടെ, ഇതാ എൻ്റെ കമ്പനി ഇതാണ്, ഇതിന് ദുബായിലെ ഓഫീസ് ഇന്ന സ്ഥലത്താണ്, ഞങ്ങളുടെ ഗോഡൌൺ ഇന്ന സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്, ആ കമ്പനിയിൽ ആകെ 3 പേരാണുള്ളത് എന്നാണ് അതിൻ്റെ എംപ്ലോയീസ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 3 മാനേജർമാരുള്ള കമ്പനിയാണത്. മാനേജേഴ്സ് കമ്പനി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഈ മാനേജേഴ്സ് കമ്പനി എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതിനുവേണ്ടി ഫിറോസ് നടത്തുന്ന പ്രവർത്തനം എന്താണ്, അത് അദ്ദേഹം വെളിപ്പെടുത്തട്ടെ. അദ്ദേഹം ഇപ്പം തന്നെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ജലീൽ പറഞ്ഞ ബിസിനസ്സുകൾ മാത്രമല്ല അതിനപ്പുറവും ബിസിനസ്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ എമ്മി എന്ന് പറയുന്ന ഫ്രൈഡ് ചിക്കൻ ഷോപ്പുകൾ 2 എണ്ണമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് അദ്ദേഹം ശരിവെച്ചു. ഇവിടെ ദുബായ് ആസ്ഥാനമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കമ്പനിയുടെ, ഫോർച്യൂൺ കമ്പനിയുടെ
സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്നു, ഫുൾ ടൈം ജോലി ചെയ്യുന്നു. അതിൽ നിന്ന് 5.25 ലക്ഷം രൂപ പെർ മന്ത് ശമ്പളം പറ്റുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് അദ്ദേഹം ശരിവെച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും അദ്ദേഹം ശരിവെക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്താണ് തൻ്റെ ഡ്യൂട്ടി, തൻ്റെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അമേരിക്കയിൽ ബിസിനസ് ഉണ്ട്, അമേരിക്കയിൽ ബിസിനസ് വിസയുണ്ട്, കാനഡയിലുണ്ട്, UK-യിലുണ്ട്. എങ്കിൽ അവിടെയൊക്കെ അദ്ദേഹം നടത്തുന്നത് ബിസിനസ് എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്താൻ അദ്ദേഹം ബാധ്യസ്ഥനല്ലേ? ഇനിയും ഞാൻ തേടിപ്പോയി പുറത്തു കൊണ്ടുവന്നതിന് ശേഷം സമ്മതിക്കുക എന്നുള്ള ഒരു ജോലിയാണോ അദ്ദേഹത്തിന് ചെയ്യാനുള്ളത്? അദ്ദേഹം പറയട്ടെ, തനിക്ക് ഇന്ത്യ രാജ്യത്തും ഇന്ത്യ രാജ്യത്തിന് പുറത്തും ഇത്ര ബിസിനസ്സുകളുണ്ട് എന്നുള്ളത് അദ്ദേഹം വ്യക്തമായി പറയട്ടെ. അമേരിക്കയിൽ ബിസിനസ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹം വെളിപ്പെടുത്തട്ടെ, UK-യിൽ ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തട്ടെ. അല്ല, ഇപ്പോ അമേരിക്കയിലും UK-യിലും കാനഡയിലും ഒക്കെ ബിസിനസ് ഉള്ള ഒരാൾ എന്ന് പറയുമ്പോൾ വളരെ പരിമിതമായ കാലയളവ് കൊണ്ട് 2021 ശേഷമുള്ള 4 വർഷക്കാലം കൊണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം ഈ മട്ടിൽ വളർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മാതൃകാപരം തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്, രാഷ്ട്രീയക്കാരുടെ കാര്യം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. മാതൃകാപരമാണ്. പക്ഷേ മാതൃകാപരം എന്നുള്ളത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ഇടണം. അതെ, ഞാൻ ആ ഇൻവെർട്ടഡ് കോമയിൽ ഇട്ട് തന്നെയാണ് പറഞ്ഞത്. അതെ, ഓക്കെ. എനിക്ക് തോന്നുന്നത് അദാനിക്ക് പോലും ഇത്രയും വലിയൊരു വളർച്ച ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ്. അദാനിയുടെ വളർച്ചയൊക്കെ ഒരുപാട് വർഷങ്ങളെടുത്താണ് നടന്നത്. ഇതിപ്പോ അദാനിയുടെ മകനാണോ ഫിറോസ് എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരികയാണ്. അദ്ദേഹത്തിന്റെ പറക്കാതെ പോയ മകനാണോ ഫിറോസ് എന്നുള്ളത് പോലും നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, ഈ 3 ആളുകളാണ് പുതിയ യുവജന രാഷ്ട്രീയത്തിൽ ഏറ്റവും വൃത്തികെട്ട ചില സംസ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അവരാണ് പണമുണ്ടാക്കുക, ധനമുണ്ടാക്കുക, എങ്ങനെയെങ്കിലും ആരുമായിട്ടെങ്കിലും കൂട്ടുകൂടി. അതിന്റെ വലിയൊരു അതിശയം എന്ന് പറയുന്നത് ഈ ബിസിനസ്സുകൾ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ പേരിലല്ല എന്നുള്ളതാണ്. നിയമാനുസൃതം അദ്ദേഹം നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിലാവണ്ടേ ബിസിനസ് ലൈസൻസ്? അദ്ദേഹത്തിന്റെ പേരിലായാൽ എന്താ കുഴപ്പം? മാത്രമല്ല, ഈ പാർട്ട്ണർമാരാണ് എന്ന് പറയുന്നവരുമായി ഫിറോസ് വല്ല പാർട്ട്ണർഷിപ്പ് ഡീഡും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പുറത്തുവിടട്ടെ. അപ്പോൾ ഈ ബിസിനസ് കൊണ്ട് ഉണ്ടാകുന്ന ലാഭത്തിന്റെ വിഹിതം പറ്റാൻ ഫിറോസ് ഉണ്ടാകും. എങ്ങാനും ആ ബിസിനസ് നഷ്ടത്തിൽ പോയാൽ ആ നഷ്ടത്തിന്റെ പങ്ക് പറ്റാൻ അദ്ദേഹം ഉണ്ടാവില്ല. ഇതാണ് ഇവരുടെ ബിസിനസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഇതൊരു ന്യൂ നോർമലിൽ പെടുന്ന കാര്യമല്ലേ അത് എന്ന് സാധാരണ ആളുകൾക്ക് ചിലപ്പോൾ സംശയം തോന്നാമല്ലോ. കാരണം ഇപ്പോൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ്. ഒരു ജോലി ചെയ്യുന്നവർ മറ്റൊരു ബിസിനസ് ചെയ്യുന്നു എന്നുള്ള പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഒരു അഭിഭാഷകനായ PK ഫിറോസ് എങ്ങനെ ഒരു ബിസിനസ് ചെയ്യും എന്നുള്ള ചോദ്യം അഭിഭാഷകർ ചിലർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോൾ എങ്ങനെ ബിസിനസ് ചെയ്യും എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. പൊതുവെ രാഷ്ട്രീയക്കാരെല്ലാം ബിസിനസ് ചെയ്യുമെങ്കിലും അവരൊക്കെ ഞങ്ങൾക്ക് വേറെ ബിസിനസ് ഇല്ല എന്ന് പറയാറാണ്. പക്ഷേ ഇവിടെ ഫിറോസ് സത്യസന്ധനാവുകയാണോ എന്നാണ് എൻ്റെ സംശയം. കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഈ ആരോപണങ്ങൾ ശ്രീ KT ജലീൽ ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ വന്നിട്ട് അദ്ദേഹം ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം അവശേഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിയമപരമാണോ എന്നത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ടല്ലോ. ഈ 4 വർഷം കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ചയെ അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. അതിൻ്റെ രേഖകൾ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ അദ്ദേഹം ചോദിക്കുമ്പോൾ ME ചിക്കൻ മറ്റാരോ നടത്തുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് പങ്കാളിത്തം അദ്ദേഹം നിഷേധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ രേഖകൾ എങ്ങനെയാണ്, അതിൻ്റെ പണം എങ്ങനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ വരുമാനം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട്. UK-യിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ടായിക്കോട്ടെ, ദുബായിലും ഒക്കെ. പക്ഷേ ഒരിക്കൽ അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തുറന്ന് സമ്മതിച്ച നിലയ്ക്ക് അതിനെ അദ്ദേഹത്തിൻ്റെ സുതാര്യതയായി വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ അതിൻ്റെ ബാക്കി കൂടി പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ടല്ലോ. തീർച്ചയായും അദ്ദേഹം സ്വയം വന്ന് പത്രക്കാരോട് സമ്മതിച്ചതല്ല. ഞാൻ അതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്തി ഇവന്റെ ഈ ഒരു പൊളപ്പിന്റെ കാരണം, ആഡംബര ജീവിതത്തിന്റെ കാരണം, കോടികൾ ചെലവിട്ട് വീട് വെച്ചതിൻ്റെ പിന്നിലെ പിന്നാമ്പുറ രഹസ്യങ്ങൾ, ഹൈവേയുടെ ഓരത്ത് നല്ല പ്ലോട്ട് വാങ്ങിയതിൻ്റെ, സ്വത്ത് വാങ്ങിയതിൻ്റെ രഹസ്യങ്ങൾ, ഇതൊക്കെ അന്വേഷിച്ചു പോയപ്പോഴാണ് എനിക്ക് ഇതിലൊക്കെ എത്താൻ വേണ്ടി കഴിഞ്ഞത്. ഞാനിത് പറയുന്നതിന് മുൻപ് കേരളത്തിലെ ഏതെങ്കിലും ഒരു കുട്ടിക്കറിയാമായിരുന്നോ ഫിറോസിന് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, അദ്ദേഹം ഒരു കമ്പനിയുടെ സെയിൽസ് മാനേജർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിന് അറിയാമായിരുന്നോ?
മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ അദ്ദേഹത്തിന്റെ സഹഭാരവാഹികൾ അവർക്കറിയാമായിരുന്നോ ഇങ്ങനെ ഒരു കമ്പനിയിലെ സെയിൽസ് മാനേജറാണ് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി എന്ന്? അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് പോലെ മറ്റു പല വിദേശ രാജ്യങ്ങളിലും പല പല ബിസിനസ്സുകളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള, എന്നാൽ തന്റെ പേരിൽ ഒരു ബിസിനസ്സും തുടങ്ങാൻ തയ്യാറാവാത്ത ഫിറോസിന്റെ ഈ ബിസിനസ് രഹസ്യങ്ങളെക്കുറിച്ച് മുസ്ലിം യൂത്ത് ലീഗിനോ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനോ അറിയാമായിരുന്നോ? ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, അവരാണത് വ്യക്തമാക്കേണ്ടത്. ഇതൊന്നും അദ്ദേഹം സ്വയം സമ്മതിച്ചതല്ല. നമ്മളിത് ഓരോന്ന് പോയി അവിടെ നിന്ന് അതിന്റെ വസ്തുതകൾ എടുത്ത് പൊതുമധ്യത്തിൽ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം തന്റെ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ സമ്മതിക്കുന്നത്. ഇനിയും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഞാൻ അന്വേഷണത്തിന്റെ പാതയിൽ തന്നെയാണ്. ഞാൻ അന്വേഷിച്ച് പറയുന്നതിന് മുൻപ് അദ്ദേഹം പറയുന്നതാകും അദ്ദേഹത്തിന് നല്ലത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലത് എന്നാണ് എനിക്ക്. മുസ്ലിം ലീഗ് വളരെ സാധാരണക്കാരായ ആളുകളുടെ, സാധാരണക്കാരായ നേതാക്കന്മാരുടെ ഒക്കെ ഒരു പാർട്ടിയായിരുന്നു. നമ്മൾ പഴയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തന്നെ നമുക്ക് ഓരോ നേതാക്കളെയും എടുത്തു പറയാൻ കഴിയും. ഇപ്പോഴും വളരെ നിസ്വാർത്ഥമായി സേവനം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകരുള്ള നേതാക്കന്മാരുള്ള ഒരു പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ്. ആ കാര്യത്തിൽ നിന്നും തർക്കമില്ല. പക്ഷേ ഇത്തരം ഈ ഫണ്ട് പിരിവിൻ്റെ കാര്യം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ മുണ്ട് പിരിവിൻ്റെ കാര്യം, ഇപ്പോൾ മുണ്ട് പിരിവ് പോലെയുള്ള പരിപാടികളിൽ മുമ്പ് ഒരു ടീ ചലഞ്ച് ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അന്ന് നമ്മൾ ഓർക്കുന്നതാണ്. അപ്പോൾ അത്തരം വിവാദങ്ങളിലൊക്കെ ഒരു ഉദാസീനമായ സമീപനം ഇത്തരം സാമ്പത്തിക കാര്യങ്ങളിൽ ലീഗ് നേതൃത്വം പൊതുവെ സ്വീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ മുനവർ അലി തങ്ങളൊക്കെ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ ഉന്നയിക്കാനും അവിടെ ഒരു അഴിമതി ആരോപണം തന്നെ ഉന്നയിക്കാനും പൊതുവെ അണികൾ തന്നെ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? മുസ്ലിം ലീഗിൽ കാര്യങ്ങളൊക്കെ തന്നെ ഒരു കൈവിട്ടുപോയ അവസ്ഥയിലാണ്. ആർക്കും ആരോടും ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ലീഗ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ്, ആ പദവി ദുരുപയോഗം ചെയ്താണ് ഫിറോസ് ഈ ധനമൊക്കെ തന്നെ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് പിരിച്ച പിരിവ് ഫണ്ട്, അതിൽ നിന്നുള്ള പണമാണ് ഇത്യാദി കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിക്ഷേപത്തിന് ഉപയോഗിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അല്ല എന്ന് അദ്ദേഹം ഈ കണക്കുകൾ നിരത്തി പറയാൻ ബാധ്യസ്ഥനല്ലേ? ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. എനിക്ക് ശേഷം എൻ ഷംസുദ്ദീൻ MLA, ഇപ്പോഴത്തെ MLA ആണ് അദ്ദേഹം, തിരൂർക്കാരനാണ് അദ്ദേഹം. എൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നു ഷംസുദ്ദീൻ. ഷംസുദ്ദീന് ഇതുപോലത്തുള്ള ബിസിനസ്സുകളൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഷംസുദ്ദീൻ ഒരു സാധാരണക്കാരനാണ്. ഞങ്ങളൊക്കെ സാധാരണ ഒരു കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങളുടെ കുടുംബങ്ങൾക്കൊന്നുമില്ല. അതുപോലെ തന്നെ PM സാദിഖ് അലി തൃശ്ശൂർക്കാരനാണ്. ഞാൻ സാദിഖ് അലിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. സാദിഖ് അലിയുടെ സാമ്പത്തികമായിട്ടുള്ള ശേഷിയൊക്കെ എനിക്കറിയാം. ഞങ്ങളൊക്കെ തന്നെ ഒരു സാധാരണ കുടുംബങ്ങളിൽ ജീവിച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ്. ഫിറോസിനേക്കാൾ കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ നേതൃത്വം നൽകിയ കമ്മിറ്റികൾ. അന്നൊന്നും ഞങ്ങൾക്കാർക്കും ബിസിനസ് ഉണ്ടായിട്ടല്ല യൂത്ത് ലീഗിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അന്നൊന്നും യൂത്ത് ലീഗിന് വേണ്ടി പിരിക്കുന്ന പണം മുക്കിയിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ നിക്ഷേപത്തിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലേക്കും ഈ പണം അയച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ ഒരു പുതിയ ഒരു പുതിയ രീതി നമ്മളിപ്പോൾ എടുത്തു നോക്കിയാൽ മുതിർന്ന നേതാക്കൾ, അത് പുതുതലമുറ നേതാക്കളിൽ പലരും ആ നിലയ്ക്ക് താങ്കൾ തന്നെ പേരുകൾ തന്നെ സൂചിപ്പിച്ചതാണ്. ചില പേരുകളൊക്കെ ഇപ്പോൾ പലരുടെയും പല തുർക്കി യാത്രകളൊക്കെ ദുരൂഹമാണ് എന്ന മട്ടിലുള്ള ആരോപണം അന്തരീക്ഷത്തിലുണ്ട്. ഇനി ഒരുപക്ഷെ അതും വരുന്ന ദിവസങ്ങളിൽ പുറത്തു വന്നേക്കാം. എന്തായാലും ഇത്തരം ആരോപണങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അവർ മറിച്ച് തിരിച്ചു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രീ KT ജലീലിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അധ്യാപകനായിട്ടാണ്. പക്ഷേ അങ്ങനെയല്ല, ഒരു പണിയും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാവാത്തത് എന്നാണ് ഫിറോസ് പറയുന്നത്. അത് ശരിയാണ്. ഫിറോസിന്റെ പണി ഞാൻ ചെയ്തിട്ടില്ല. ഫിറോസ് ചെയ്യുന്നത് പോലുള്ള ബിസിനസ്സും എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ഒരാളുടെയും പാർട്ട്ണർഷിപ്പിൽ ഒന്നും തുടങ്ങിയിട്ടില്ല. അത് ശരി തന്നെയാണ്. ഫിറോസ് വളരെ കറക്റ്റാണ് ആ പറഞ്ഞത്. ഫിറോസിന് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വല്ല ബിസിനസ് ബന്ധവുമുണ്ടോ? ഏതെങ്കിലും സംരംഭങ്ങളിൽ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നുണ്ടോ? ആ കാര്യത്തിനും അദ്ദേഹം വ്യക്തത വരുത്തണം. കാരണം ഇവർ തമ്മിൽ ഒരുമിച്ച് പല വിദേശയാത്രകളും നടത്തി എന്ന് പറയുന്നു. ഫിറോസ് ആണെങ്കിൽ വിദേശങ്ങളിലൊക്കെ തന്നെ തനിക്ക് ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടവുമായി ഫിറോസിന് ഏതെങ്കിലും രാജ്യത്തുള്ള ബിസിനസ്സിൽ വല്ല
പാർട്ട്ണർഷിപ്പുമുണ്ടോ, ബന്ധവുമുണ്ടോ? അതുപോലെ തന്നെ ഷാഫി പറമ്പിലുമായിട്ട് വല്ല ബിസിനസ് ബന്ധവും പാർട്ട്ണർഷിപ്പും അദ്ദേഹത്തിന് ഏതെങ്കിലും രാജ്യത്ത് ഉണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം വ്യക്തത വരുത്തണം. അതോടൊപ്പം തന്നെ താൻ ഇനി ഏതൊക്കെ ബിസിനസ്സുകളിലാണ് പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യവും കൂടി അദ്ദേഹം വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ ഒരധ്യാപകനാണ്. ഞാൻ കോളേജിലെ അധ്യാപകനായിരിക്കെയാണ് 2006 കുറ്റിപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞാൻ 1994 നവംബർ 14 തീയതിയാണ് തിരൂരങ്ങാടി PSMO കോളേജിൽ ചരിത്ര വിഭാഗത്തിൽ ലെക്ചററായിട്ട്, സീനിയർ ലെക്ചററായിട്ട് ഞാൻ ചേരുന്നത്, അധ്യാപകനായിട്ട് ചേരുന്നത്. ഏതാണ്ട് 12.25 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. സത്യത്തിൽ അതിൻ്റെ പെൻഷൻ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സർക്കാരിനൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോളേജിലെ അധ്യാപകനായിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് പെൻഷൻ തന്നെ കിട്ടുമായിരുന്നു, ശമ്പളം കിട്ടുമായിരുന്നു. അതൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷെ 12.5 വർഷം ഞാൻ ജോലി ചെയ്ത കാലയളവിലെ എങ്കിലും പെൻഷൻ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഞാനൊരു അഭ്യർത്ഥനാ കത്ത്, ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. കാരണം മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഈ 20 കൊല്ലം കഴിഞ്ഞ് MLA ഷിപ്പ് അവസാനിച്ചാൽ എനിക്ക് പെൻഷൻ കിട്ടാൻ പോകുന്നത് ആകെ 35,000 രൂപയാണ് MLA എന്നുള്ള നിലയിൽ. അതുകൊണ്ട് ഞാൻ ജോലി ചെയ്തു എന്നുള്ളതിന്, ഞാനൊരു സർക്കാർ ജോലി ചെയ്തു എന്നുള്ളതിന് ഒരു അടയാളം എന്ന നിലയിൽ ഇവരെ പോലെയുള്ള ആളുകൾ നിങ്ങൾക്ക് പണി ചെയ്ത് ജീവിച്ചുകൂടാമായിരുന്നോ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ ഞാൻ പണി ചെയ്തതിൻ്റെ പെൻഷൻ ഇപ്പോഴും എനിക്ക് കിട്ടുന്നു എന്ന് പറയാൻ, അതോടൊപ്പം തന്നെ ഈ 35,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ ജീവിത ചെലവിന് എത്ര കണ്ട് ആകും? ഇവരൊക്കെ ലക്ഷക്കണക്കിന് 5.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങുമ്പോൾ ഒരു 50,000 രൂപയെങ്കിലും കഷ്ടിമുഷ്ടി ജീവിക്കാൻ നമ്മളുടെ കയ്യിലും വേണ്ടേ? അല്ല, പക്ഷേ അത് ആരോപണം, ഫിറോസ് മറിച്ചൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശ്രീ KT ജലീലിന്. കാരണം ആ സർവകലാശാല ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാര്യത്തിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഇപ്പം നജ്മാത് തബ്ഷീറൊക്കെ, ഫിറോസ് മാത്രമല്ല, അങ്ങനെ ലീഗിലെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്, പിടിച്ചകത്തിടാനുള്ള വകുപ്പുണ്ട്. അതൊക്കെ അവര് ചെയ്യുന്ന കാര്യമാണ് അവര് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്ന് നോക്കിയിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുന്നത് ബഹുമാന്യനായിട്ടുള്ള രവീന്ദ്രൻ മാഷ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെയാണ്. അതിനുശേഷം 2 കൊല്ലം കഴിഞ്ഞാണ് ആ വകുപ്പ് ഞാൻ ഏറ്റെടുക്കുന്നത്. അദ്ദേഹം ആരംഭിച്ച കാര്യങ്ങൾ തുടർന്ന് കൊണ്ടുപോയി എന്നല്ലാതെ അവിടെ നിന്ന് യാതൊരു മാറ്റവും അതിൽ ഞാൻ വരുത്തിയതായിട്ട് ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. മാത്രമല്ല, അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏത് അന്വേഷണ ഏജൻസികൾക്കും കൊടുക്കട്ടെ. 3 അന്വേഷണ ഏജൻസികൾ എൻ്റെ മേൽ വട്ടമിട്ട് പറഞ്ഞല്ലോ. ഈ അഡ്വക്കേറ്റ് തബിഷീറയൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്കണം. ED ഒക്കെ അവരുടെ വീട്ടിൽ വന്ന് നിരങ്ങിയിട്ട് അവരെത്ര കോടി രൂപയാണ് ഫൈനായിട്ട് കൊടുത്തത്, പിഴയായിട്ട് കൊടുത്തത് എന്ന്. എന്നാൽ ഞാൻ ഒരു നയാ പൈസ EDക്ക് പിഴ കൊടുക്കേണ്ടി വന്നിട്ടില്ല, കസ്റ്റംസിൽ കെട്ടേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ മറ്റു അന്വേഷണ ഏജൻസികൾ NIA അന്വേഷിച്ചു, അവരും എൻ്റെ മേൽ ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസിലും ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടേയില്ല. എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അങ്ങനെയാണോ? ചന്ദ്രിക ഈ കള്ളപ്പണ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് 10 കോടിയിലധികം രൂപ EDക്ക് പിഴയായി കെട്ടിയതിന് ശേഷമാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും, ബിസിനസ്സുകാരായിട്ടുള്ള സമ്പന്നരായ പല നേതാക്കന്മാരുടെയും വീടുകളിൽ ED വന്നു, പരിശോധിച്ചു. അവരൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് അതിന് പിഴയടക്കേണ്ടി വന്നത്. AR നഗർ സർവീസ് സഹകരണ ബാങ്ക്, IT ഡിപ്പാർട്ട്മെന്റിന് കോടികളാണ് പിഴയായിട്ട് കെട്ടേണ്ടി വന്നത്. ഞാൻ ആ പ്രശ്നം വളരെ ശക്തമായി ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ സർക്കാരിലേക്ക് കോടികൾ വന്നത് എന്നുള്ള കാര്യം ഇവരാരും മറന്നു പോകരുത്. എന്റെ വീട്ടിൽ എല്ലാ അന്വേഷണ ഏജൻസികൾക്കും എപ്പോഴും സ്വാഗതം. എന്തായാലും ആ ആത്മവിശ്വാസം എന്തായാലും ഗംഭീരം തന്നെയാണ്. മാത്രമല്ല, ഈ ഊർജ്ജസ്വലതയ്ക്ക് ഒരു കുറവും ഇല്ലാത്തത് കൊണ്ട് ഇനി തൽക്കാലം മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനമൊന്നും അങ്ങനെ കടുപ്പിച്ചെടുക്കേണ്ട എന്നുകൂടി പറഞ്ഞ് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എന്തായാലും മോർണിംഗ് ഷോയിൽ ഈ ഹലോ മലയാളത്തിൽ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം പങ്കെടുത്തതിന് നന്ദി ശ്രീ KT ജലീൽ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.